ജീവിക്കാൻ പറ്റാണ്ടായിരിക്കാണല്ലോ. അതെ ജോർജെ, ഞാൻ ഏതായാലും പുറത്തെ നാട്ടിലേക്ക് പോകുന്നില്ല. പോയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാ അവനും ഞാനും തമ്മിൽ ഫേസ് ടു ഫേസ് കാണുന്നത് വരെ ഞാനിനി വേറൊന്നിനെ ശ്രമിച്ചിട്ട് കാര്യമില്ല. എല്ലാ ക്രോസ് റോഡിലാവുമ്പോൾ ഒന്ന് നിൽക്കുക. നേരിട്ട് കണ്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചില്ലെങ്കിൽ അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എളുപ്പമാവണ്ട, എനിക്ക് വേറെന്താ ജോലി? ഞാനൊരു കൊച്ചു മുറിയിലേക്ക് മാറാൻ പോവാ. 100-150 രൂപ മാസവാടകയുള്ള മുറി. ഒരു 1-1.5 മാസമൊക്കെ പിടിച്ചു നിൽക്കാനുള്ള പൈസ കയ്യിലുണ്ട്. ഈ മാസം ഇത്രയും ദിവസം വർക്ക് ചെയ്തതിന്റെ സാലറി അയാൾ തരും. അത് ആംബ്ലിയുടെ കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയും വല്ലാതെ മുട്ടുവരികയാണെങ്കിൽ നിന്നെ തന്നെ ഒന്ന് പിടിക്കും. സാരമില്ല. അമ്പിളി എന്ത് പറയുന്നു? എന്ത് പറയാനാ, MD അവളെ വിളിച്ച് കുറെ അഡ്വൈസ് ചെയ്തു. എങ്ങനെ? വിഷു അവളെ കിട്ടിയാൽ കച്ചവടം അടിക്കുന്നോ എന്ന് പറഞ്ഞു കാണില്ല. എന്നാലും ഈ അഫയർ ഉറപ്പാന്ന് പറഞ്ഞു. ഒരു തെറ്റേണൽ വാണ്. ഏതായാലും അവൾക്ക് പേടിയൊന്നുമില്ലല്ലോ. ഇല്ല എന്ന് നമുക്ക് വിചാരിക്കാം. ജോർജെ, നീ എനിക്കൊരു സഹായം ചെയ്തു തരുമോ? ഏതായാലും നീ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുകയാണല്ലോ. കുറച്ച് എക്സ്ട്രാ താല്പര്യമെടുത്താൽ അവന് നിനക്ക് ട്രേസ് ബാക്ക് ചെയ്യാൻ കഴിയും. ഇവൻ ആരാണ്, എവിടുത്തുകാരനാണ്, എത്ര കാലമായി ക്രിമിനൽ ലിസ്റ്റിലുണ്ട്, ആദ്യം എന്ന് ജയിലിൽ വന്നു, പാസ്റ്റ് റെക്കോർഡ്സ്, ബയോഗ്രഫി. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ എനിക്ക് വേണ്ടി. എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ തപ്പിപ്പിടിച്ചെടുക്കാം. ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കും. അത് സാരമില്ല. സമയം എടുത്തോട്ടെ.